ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ്. കുബൂസ് നമുക്കറിയാം, നമ്മൾ പുറത്തുനിന്നാണ് എപ്പോഴും വാങ്ങുന്നത്, വീട്ടിലുണ്ടാക്കുന്നത് കുറവായിരിക്കും. പക്ഷേ ഇനി മുതൽ നമ്മൾ പുറത്തുനിന്ന് കുബൂസ് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ കുബൂസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂട് വേണം, ഒത്തിരി ചൂടാവാനും പാടില്ല. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെയും പഞ്ചസാരയുടെയും അളവനുസരിച്ച് വെള്ളത്തിന് മാറ്റം വരും. അപ്പോൾ എന്തോരം അത് നമ്മൾ എത്ര കുബൂസ് ഉണ്ടാക്കുന്നു എന്നുള്ള അളവനുസരിച്ചിട്ടാണ് ഇതിനെല്ലാത്തിനും വ്യത്യാസം വരുത്തണം. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 8 കുബൂസിനുള്ളത് ആണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ വെള്ളം എന്ന് പറയുമ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളവും ചേർക്കരുത്, തണുത്ത വെള്ളവും ചേർക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് പൊടി എടുക്കുകയാണ്. ഇത് 3 കപ്പ് പൊടി. ഈ കപ്പിന് 3 കപ്പ് നിറച്ചെടുക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ 3 കപ്പ് പൊടിയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പ് 2.25 കപ്പ് എന്ന് പറയാം. 3ാമത്തെ കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കിതും കൊണ്ട് ഒരു 8 കുബൂസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ നല്ല ഒരു മയവും ചെറിയൊരു മധുരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പഞ്ചസാരയുടെ അളവ് കൂട്ടിയാലും മതി മധുരത്തിന്, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊഴിച്ച്. അത് ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പം മൊത്തം ചേർക്കരുത്, കുറച്ച് ഒഴിച്ച് കുഴച്ച് നോക്കുക. നല്ല കറക്റ്റ് പാകത്തിന് ചപ്പാത്തിയൊക്കെ പരത്താൻ പറ്റുന്നതുണ്ട്. അതിലും കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് വരണം കുബൂസിന്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കിയ ശേഷം വീണ്ടും കുറച്ചുകൂടി ചേർക്കുക. അങ്ങനെ എടുക്കുക. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി പുറത്ത് ഒരു പരന്ന പ്രതലത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. അപ്പം ഇതാ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റായിട്ട് വരണം. അതനുസരിച്ച് നിങ്ങളുടെ കുബൂസും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ സ്പ്രെഡ് ചെയ്താൽ മതി, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിന് 2 സൈഡും ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുബൂസിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈ ആയി പോവില്ല മാവ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കുബൂസിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. അപ്പം ഞാനിത് 3 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം നമ്മുടെ മാവൊക്കെ ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്, ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് കുബൂസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. എവിടെയെങ്കിലും പ്രതലത്തിൽ വെച്ച ശേഷം ഒന്ന് നീളത്തിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ പീസായിട്ട് ഓരോ കുബൂസിന് വേണ്ട നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് കറക്റ്റായിട്ട് ആ ഒരു അളവ് അറിയാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഒരു ഉരുളയ്ക്ക് എടുക്കുന്ന മാവിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലെടുക്കണം. കുറച്ചുകൂടി കട്ടിക്കാണ് നമ്മൾ കുബൂസിന് പരത്തുന്നത്. എന്നാൽ അധികം കട്ടിയായി പോകാനും പാടില്ല. ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടി ആദ്യം ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം.
അപ്പം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അതായത് ചപ്പാത്തിക്ക് പരത്തിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂട്ടി. വട്ടമാണെങ്കിലും കുറച്ച് ചെറുതായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. പാൻ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരു 2-3 തവണ 2 സൈഡും മറിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം പയ്യെ ഇത് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അധികം പ്രസ് ചെയ്തൊന്നും കൊടുക്കണ്ട, അത് തന്നെ അങ്ങ് പൊങ്ങി വന്നോളും. ഇത് ഫുള്ളായിട്ട് മൊത്തമായിട്ട് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരും. നിങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് പാനിലിടണമെന്ന് മാത്രം. ചപ്പാത്തി പോലെ ഇട്ട ഉടനെ അങ്ങോട്ട് ഇതായി വരില്ല. പിന്നെ ഫ്ലെയിം അത് മാക്സിമം നമ്മളത് എന്താ പറയുക മീഡിയത്തിൽ തന്നെ വയ്ക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും ഫ്ലെയിം കൂടി പോകരുത്, കാരണം കുബൂസ് ചുമന്ന് പോവും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇവിടെ എൻ്റെ കിച്ചണിൽ വെട്ടം തീരെ കുറവാണ്. സോറി, അതുകൊണ്ടാണ് അത് അത്ര ക്ലിയറായി വരാത്തത്. എങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ശരിക്കും കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുബൂസ് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും ടേസ്റ്റിയായ കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ ബൈ.